നാസയുടെ ചരിത്രപരമായ ചാന്ദ്രദൗത്യം ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. ചന്ദ്രനിൽ അവസാനമായി മനുഷ്യനെ ഇറക്കിയ അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യർ ചന്ദ്രനിലരികിലേക്ക് കുതിക്കുന്നത്. ആദ്യഘട്ടത്തിലെ 2 ഭ്രമണപഥം ഉയർത്തൽ വിജയകരമെന്ന് നാസ അറിയിച്ചു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് പുലർച്ചെ 4:05 വിക്ഷേപണം വൻ വിജയമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജേഡ് ഐസക്മാൻ അറിയിച്ചു. NASA's Space Launch System rocket lifted off the pad with 8.8 million pounds of thrust, carrying the Orion spacecraft and the Artemis 2 crew out to Earth orbit and beginning America's grand return to the moon. Now, about 51 minutes into the flight, during a planned handover between satellites, the Orion spacecraft underwent a communications issue, leading to a temporary partial loss of comms. The uplink from Capcom to the crew was being heard by the crew, but we cannot hear the responses for a brief period of time. There were no issues with the vehicle itself. Comms with the crew have been restored. We're actively working the issue and we'll keep you informed. The Orion spacecraft has successfully separated from the core stage and its solar arrays have been deployed as planned. വിക്ഷേപണം നടന്ന് 2 മിനിറ്റുകൾക്കകം ബൂസ്റ്റർ മോട്ടോറുകൾ വേർപെട്ടു. നിമിഷങ്ങൾക്കകം കോർ സ്റ്റേജും വേർപെട്ടു. തുടർന്ന് ബഹിരാകാശ യാത്രികർ സഞ്ചരിക്കുന്ന ഓറിയോൺ പേടകം സ്വതന്ത്ര സഞ്ചാരം ആരംഭിച്ചു. പേടകത്തിന് ഊർജ്ജം നൽകുന്ന 4 സോളാർ പാനലുകളും ഇതിന്റെ ഭാഗമായി പൂർണ്ണമായും വിടർന്നു. തുടർന്നാണ് 2 ഘട്ട ഭ്രമണപഥ ഉയർത്തൽ കൃത്യമായി നടന്നത്. 10 ദിവസത്തെ ബഹിരാകാശ യാത്രയിൽ ഓറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് തിരിച്ചെത്തും. ഭൂമിയിൽ നിന്നും കാണുന്ന ചന്ദ്രന്റെ മറുപുറത്തേക്കാണ് പേടകം സഞ്ചരിക്കുക. മനുഷ്യനെത്തുന്ന ബഹിരാകാശത്തെ ഏറ്റവും ഉയർന്ന ദൂരമാണ് ഓറിയോൺ പേടകം സഞ്ചരിക്കുന്നത്. 4,06,000 കിലോമീറ്ററായിരിക്കും യാത്രയ്ക്കിടെ പേടകം സഞ്ചരിച്ചെത്തുന്ന ഏറ്റവും കൂടിയ ദൂരം. ഏപ്രിൽ 10 ബഹിരാകാശ പേടകം മടങ്ങിയെത്തും. റീഡ് വൈസ്മാൻ ദൗത്യ കമാൻഡറും വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നീ അമേരിക്കക്കാരും കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ ജെറമി ഹാൻസനുമാണ് ബഹിരാകാശ പേടകത്തിലെ യാത്രക്കാർ. 54 വർഷം മുമ്പ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിനു ശേഷം ആദ്യമായാണ് മറ്റൊരു മനുഷ്യ ചാന്ദ്ര ദൗത്യം. സയൻസ് ഡെസ്ക്, ജനം.